എൻ്റെ കൊച്ചു സന്തോഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പെട്ടെന്നൊരു കൂട്ട് മെഴുക്ക് പുരട്ടിയാണ് ഉണ്ടാക്കുന്നത്. അതായത് എനിക്കിന്ന് സമയമില്ല, ഇന്ന് എനിക്ക് ലൂലൂല് പോകണം. അതുകൊണ്ട് പെട്ടെന്ന് ഞാനൊരു കൂട്ട് മെഴുക്കുണ്ടാക്കുകയാണ്. അതിന് വേണ്ടി ഉരുളൻകിഴങ്ങ് തൊലി കളഞ്ഞ് കഴുകി അരിഞ്ഞ് വെച്ചത്, ഇത് കഴുത്തങ്ക, അതായത് തടിയങ്ക എന്ന് പറയും, അത് കുറച്ചരിഞ്ഞത്. ഇത് കത്തിരിക്ക കഴുകി അരിഞ്ഞെടുത്തത്. ഇത് പടവലങ്ങ ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്. ഇത് അമരപ്പയർ ചെറുതായിട്ട് കീറി വരിക്ക് കളഞ്ഞിട്ട് രണ്ട് സൈഡിലെ നാര് കളഞ്ഞിട്ട് കട്ട് ചെയ്തെടുത്തത്. ഇത് ചെറിയ ഉള്ളി. ഇത് നമുക്ക് 2 പച്ചമുളക്, കറിവേപ്പില, ഇത്രയും ഇട്ടൊരു വെണ്ടയ്ക്ക ഇട്ടാണ് ഒരു കൂട്ട് മെഴുക്ക് ഉണ്ടാക്കാൻ പോകണം. എല്ലാവരും മെഴുക്ക് പുരട്ടി ഉണ്ടാക്കി കാണും, പക്ഷേ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മെഴുക്ക് പുരട്ടിയാണ് ഈ കൂട്ട് മെഴുക്ക് പുരട്ടി. നമുക്ക് ആദ്യമായിട്ട് ഒരു ചട്ടി കഴുകി അടുപ്പത്ത് വെച്ച് അതിൻ്റെ വെള്ളം വറ്റട്ട്. വെള്ളം അത്രയും തോർന്നതിന് ശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യണം. നല്ല ടേസ്റ്റാണ്. നമ്മൾ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കി ഏതെങ്കിലും ഒരു സാധനം വെച്ചല്ലേ പലരും ഉണ്ടാക്കുന്നത്. പക്ഷേ എല്ലാവരും ഉണ്ടാക്കിയവർ കാണും, ഉണ്ടാക്കാത്തവർ കാണില്ല. എങ്കിലും എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട മെഴുക്ക് പുരട്ടിയാണ്. ഇന്ന് പെട്ടെന്നൊരു വീഡിയോ കാണിക്കണതുകൊണ്ടാണ്, എനിക്ക് സമയമില്ലാത്തത് കൊണ്ടാണ് ഈ ഒരു വീഡിയോ കാണിക്കുന്നത്. അതിനു വേണ്ടി അടുപ്പത്ത് വെച്ച് നമുക്ക് വെള്ളം നല്ലപോലെ തോർന്നതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പച്ചമുളക്, കറിവേപ്പില, ഉരുളൻകിഴങ്ങ്, തടിയങ്ക, ക്യാരറ്റ്, ഇതെല്ലാം കീറി ചെറുതായിട്ട് അരിയണം. അപ്പുറത്ത് ചെറിയ ഉള്ളി, വെണ്ടയ്ക്ക, പിഞ്ച് വെണ്ടയ്ക്ക എടുക്കണം, നൈസ് വെണ്ടയ്ക്ക എടുക്കണം. വെണ്ടയ്ക്ക 4ആയിട്ട് കീറി ചെറുതായിട്ട് അരിഞ്ഞത്. അമരപ്പയർ ഞാൻ കുറച്ചേ ഇടുന്നുള്ളൂ. പടവലങ്ങ, കത്തിരിക്ക, ഇത്രയും കൂടെ ഇട്ട് നമുക്ക് ഉപ്പ് ഒഴിച്ച് അടച്ച് വെച്ച് വേവിക്കണം. ഒഴിച്ച് നല്ലവണ്ണം ഇളക്കി കൊടുത്തിട്ട് അടച്ച് വെച്ച് വേവിക്കണം. എനിക്ക് ഒട്ടും സമയമില്ല, പെട്ടെന്ന് തീരുമാനിച്ചതാണ് ലൂലൂല് പോവാൻ. എൻ്റെ മോളൊക്കെ വരുന്ന മോളും എല്ലാവരും കൂടെ ഞങ്ങൾ 2 കുടുംബക്കാരൂടെ ഒന്ന് ലൂലൂല് പോവുകയാണ്. അവിടെ ചെന്നാൽ ഞാൻ വീഡിയോ ഒന്നും എടുക്കില്ല. എൻ്റെ ഒരു കാലിന് സ്വാധീനം ഇല്ലാത്തതുകൊണ്ട് ഞാൻ നടന്നു പോയി വീഡിയോ എടുക്കുന്നതുകൊണ്ട് നടക്കില്ല. അതുകൊണ്ടാണ് ഇതൊന്ന് തട്ടിക്കൂട്ടി ഒരു മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുന്നത്. നമുക്ക് അടച്ച് വയ്ക്കാം. നമുക്ക് ഇനി ഒന്ന് തുറന്ന് നോക്കാം. എല്ലാം കൂടെ ഒന്ന് വെന്ത് വരട്ട്. ഉരുളൻകിഴങ്ങ് നൈസായിട്ട് അരിയണം, ക്യാരറ്റും. വെള്ളം ചേർക്കരുത്, എണ്ണയിൽ തന്നെ, വെളിച്ചെണ്ണയിൽ തന്നെ വേവിക്കണം. നല്ല ടേസ്റ്റാണ്, വെച്ച് നോക്കണം. ഇതിൻ്റെ കൂടെ ഒരു ചമ്മന്തിയോ ഒരു രസമോ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ഇതാണ്. പെട്ടെന്ന് നമുക്ക് തട്ടിക്കൂട്ടി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മെഴുക്ക് പുരട്ടിയാണ്. അടച്ച് വയ്ക്കാം. നമുക്കൊന്ന് തുറന്ന് ഒരിക്കൽ കൂടെ ഒന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കണം. അടച്ച് വയ്ക്കാം. വെന്ത് കുഴഞ്ഞു പോകരുത്. കുഴഞ്ഞു പോയാൽ നമുക്ക് ടേസ്റ്റ് കാണില്ല. ഇതിൻ്റെ കൂടെ കാ വേണമെങ്കിലും ഇടാം, പക്ഷേ ഇന്ന് ഞാൻ കാ ഇട്ടില്ല. കാ ഇടാം, ചക്കക്കുരു ഇടാം. നമുക്ക് എന്താണ് പച്ചക്കറികളിൽ എന്തൊക്കെ കിട്ടുമോ അതെല്ലാം ഞാൻ ഇട്ട് വയ്ക്കും. നല്ല ടേസ്റ്റാണ്, വെച്ച് നോക്കണം. എനിക്ക് നല്ല കളർഫുള്ളായ മെഴുക്ക് പുരട്ടിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം.
ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ചെയ്ത് നോക്കണം. എല്ലാവരും ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റ്. അറിഞ്ഞുകൂടാത്തവർ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. എനിക്കിന്ന് സമയമില്ല. ലുലുവിൽ പോയാലും ഞാൻ വീഡിയോ പിടിക്കില്ല. ഞാൻ പറഞ്ഞില്ലേ, എനിക്കൊരു കാലിന് സ്വാധീനം ഇല്ലാത്തതുകൊണ്ട് എനിക്ക് നടന്നെത്താൻ പറ്റില്ല. മാത്രമല്ല ഭയങ്കര തിരക്കാണ്. അതുകൊണ്ട് തിരക്കിൽ എന്നെക്കൊണ്ട് നടക്കാൻ പറ്റില്ല. എങ്കിലും എനിക്ക് ചുമ്മാ ഇരിക്കുന്ന ഇഷ്ടമില്ലാത്തതുകൊണ്ട് കിട്ടുന്ന നേരത്തിന് ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതാണ്. എൻ്റെ വൈകല്യം അതൊരു രോഗമായിട്ട് ഞാൻ എടുക്കണില്ല. അതെനിക്കത് ഇഷ്ടമില്ല. ഞാനത് വെച്ച് മുതലാക്കണം എനിക്കിഷ്ടമില്ല. അപ്പോൾ ഞാൻ എന്തെങ്കിലും നടന്ന് ചെയ്തുകൊണ്ടിരിക്കും. എനിക്കുള്ള ഇഷ്ടം ഇതാണ്. അതാണ് എൻ്റെ കൊച്ചു സന്തോഷമെന്ന് ഞാൻ ഇട്ടത്. മെഴുക്ക് പുരട്ടി ഇവിടെ റെഡിയായി. നല്ല ടേസ്റ്റാണ്. 5 മിനിറ്റ് കൊണ്ട് നമുക്ക് വെക്കാമെന്നുള്ളതാണ്.